നിയമവിരുദ്ധ താമസക്കാർക്ക് പ്രഖ്യാപിച്ച പൊതുമാപ്പ് സെപ്റ്റംബർ 1 ആരംഭിക്കും. 2 മാസത്തേക്കാണ് താമസ സന്ദർശക വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് അനധികൃതമായി തങ്ങുന്ന വിദേശികൾക്കായി പൊതുമാപ്പ് അനുവദിക്കുക. ഏതാണ്ട് 2.5 ലക്ഷത്തോളം വിദേശികൾ രാജ്യത്ത് അനധികൃതമായി കഴിയുന്നുവെന്നാണ് അധികൃതരുടെ കണക്ക്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി മന്ത്രാലയമാണ് പൊതുമാപ്പ് സംബന്ധിച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. ഇത്തവണ പൊതുമാപ്പ് അപേക്ഷകൾ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. 1-ാം തീയതി ഞായറാഴ്ച മുതൽ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിച്ചു തുടങ്ങാം. തിങ്കളാഴ്ച അപേക്ഷകളിന്മേലുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഔട്ട് പാസ് ലഭിച്ചാൽ 10 ദിവസത്തിനകം അപേക്ഷകൻ രാജ്യം വിട്ടിരിക്കണം. 10 ദിവസം മാത്രമാണ് ഔട്ട് പാസിന് കാലാവധിയുണ്ടാവുക. 10 ദിവസത്തിന് ശേഷം പ്രസ്തുത ഔട്ട് പാസ് ഉപയോഗിച്ച് യാത്ര ചെയ്യാനാവില്ല. 300 മുതൽ 400 ദിർഹത്തിനുമിടയിൽ ഓരോ അപേക്ഷകനും ഫീസായി അടയ്ക്കേണ്ടി വരും. ദുബൈയിൽ വാഹനയാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി പോലീസ്. ഹെസ സ്ട്രീറ്റ് ബ്രിഡ്ജിൽ നിന്നും ഷെയ്ഖ് സായിദ് റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കാണ് മുന്നറിയിപ്പ്. ഇന്ന് രാവിലെ ഈ റോഡിൽ അപകടം നടന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ ആവശ്യമായ മുൻകരുതൽ എടുക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അബുദാബിയിൽ നിന്ന് സൗദിയിലെ മദീനയിലേക്ക് നേരിട്ടുള്ള സർവീസ് പ്രഖ്യാപിച്ചു ഫ്ലൈനാസ് എയർവേസ്. വളരെ കുറഞ്ഞ നിരക്കിലാണ് നേരിട്ടുള്ള സർവീസ് നടത്തുന്നത്. സെപ്റ്റംബർ 1 മുതൽ സർവീസ് ആരംഭിക്കും. റിയാദ്, ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ രാജ്യാന്തര വിമാനത്താവളം, ജിദ്ദ, അബുദാബി, ഷാർജ എന്നീ സർവീസുകളാണ് ഫ്ലൈനാസ് നടത്തുന്നത്. അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് മദീനയിലേക്ക് 249 ദിർഹമാണ് വിമാന ടിക്കറ്റ് നിരക്ക്. ദുബൈയിൽ വാഹനാപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു. 11 പേർക്ക് പരിക്കേറ്റു. ദുബൈ ഹത്ത ലഹബാബ് റോഡിൽ വാഹനം മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് വിദ്യാർത്ഥി മരിച്ചത്. അമിതവേഗവും അശ്രദ്ധയും ഡ്രൈവറുടെ ശ്രദ്ധക്കുറവുമാണ് വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായതെന്ന് പ്രാഥമിക നിഗമനം. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. യുഎയിലെ ആദ്യത്തെ ഹോളി ഖുറാൻ TV ചാനൽ സംഘാടകരെ പ്രശംസിച്ച് സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. മികച്ച രീതിയിലാണ് ചാനലിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചാനലിലൂടെ പ്രേക്ഷകർക്ക് ഖുറാൻ പാരായണങ്ങൾ ആഴ്ചയിലെ എല്ലാ ദിവസവും 24 മണിക്കൂറും കാണാനും കേൾക്കാനും കഴിയും. ഷാർജ ഭരണാധികാരിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ചാനൽ ആരംഭിച്ചത്. വിമാന ടിക്കറ്റ് നിരക്ക് കുറച്ച് ഒമാൻ. ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ കേരള സെക്ടറുകളിൽ ഉൾപ്പെടെ ലോകത്തിലെ വിവിധ നഗരങ്ങളിലേക്കുള്ള ടിക്കറ്റുകൾക്കാണ് ഓഫർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടിക്കറ്റ് തുകയിൽ 25% വരെ കിഴിവ് ലഭിക്കും. ഇന്നലെ ആരംഭിച്ച ഡിസ്കൗണ്ട് സെയിൽ സെപ്റ്റംബർ 5 വരെ തുടരും. ഈ കാലയളവിൽ ബുക്ക് ചെയ്യുന്ന സെപ്റ്റംബർ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ടിക്കറ്റുകൾക്കാണ് ഇളവ് ലഭിക്കുക. 31 റിയാൽ മുതൽ ടിക്കറ്റുകൾ ലഭിക്കും. ബിസിനസ് ക്ലാസ്സിലും ഇക്കോണമി ക്ലാസ്സിലും ഓഫർ ലഭ്യമാണ്. സൗദിയിൽ റെക്കോർഡ് മഴ. അസീർ ഹൈവേയിൽ പാറക്കെട്ടുകൾ വീണ് ഗതാഗതം സ്തംഭിച്ചു. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും പ്രളയത്തിനും സാധ്യതയുണ്ട്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലിനും പ്രളയത്തിനും സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. 80 വർഷത്തിനിടെ ആദ്യമായാണ് അനിശ്ചിതമായ ഇത്തരം കാലാവസ്ഥ. ജനങ്ങൾ ആവശ്യമായ മുൻകരുതൽ എടുക്കണമെന്ന് സൗദി സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി.